ടീച്ചർമാർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണോ വന്നത്? രണ്ടുപേരും കൂടെ ഒരുമിച്ചാണോ വന്നെന്ന്? രണ്ടുപേരുടെ ഫോട്ടോ ആവശ്യമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് സ്കൂളിൽ പഠിപ്പിച്ചതല്ലേ, അതുകൊണ്ടാണ് എടുത്തത്. അതിന്റെ കാര്യം പിന്നെ പറയാം. ഇരുന്ന് പല്ലില്ല, പിന്നെ നടക്കും. പല്ലില്ലാതെ എങ്ങനെയാണ് ചിരിക്കുന്നില്ല? അത് കുഴപ്പമില്ല. രാധ ടീച്ചർ അവിടെ നിന്ന് എങ്ങനെയാ കൊണ്ടുവന്നത്? ഓട്ടോയ്ക്ക് വന്നതോ? ചിലപ്പോ സാറൊക്കെ വരുമോ? ചെറുക്കനോട് ചോദിച്ചായിരുന്നു. അച്ഛൻ 10 അടി മുമ്പോട്ട് പോയാൽ 15 അടി മുമ്പോട്ട് പോയി. ഒട്ടും മേലെന്ന് പറഞ്ഞല്ലേ? അതെ. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലാണ്. ഇവിടെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംഘടിപ്പിക്കുന്ന സർഗസംഗമം 2024 പരിപാടി നടക്കുകയാണ്. നമുക്കതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനും പള്ളം ബ്ലോക്ക് വനിതാ സാംസ്കാരിക വേദികളുടെ ആഭിമുഖ്യത്തിലാണ് പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ സർഗസംഗമം 2024 എന്ന പരിപാടി നടക്കുന്നത്. നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ വന്നിരിക്കുന്നത് നമ്മുടെ ഉദ്ഘാടകനാണ്, PR ഹരിലാലാണ്. പ്രശസ്ത സിനിമ സീരിയൽ താരമാണ്. എവിടെയാണ് താമസിക്കുന്നത്? നാട്ടോ? നാട്ടത് എവിടെയാണ്? ഇപ്പം എന്നാ പുതിയ പ്രോജക്റ്റ് വല്ലതും? സീരിയലാണോ അതോ? അതെ അതെ. പള്ളം ബ്ലോക്കിൻ്റെ സർഗസംഗമം ഇവിടെ ഉടനെ ആരംഭിക്കുകയാണ്. മിക്കവാറും നമുക്ക് ഈ വിദ്യാർത്ഥികളൊക്കെ ഞാൻ നടത്തിയിരിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ പപ്പനാഥൻ സാറിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട പെൻഷൻ സുഹൃത്തുക്കളെ, നമ്മുടെ സമയം അരമണിക്കൂർ ലേറ്റാണ്. 10 മണിക്കാണ് നമ്മൾ തുടങ്ങേണ്ടത്. നമ്മുടെ ഉദ്ഘാടകൻ സമയത്ത് തന്നെ എത്തിയിരുന്നു. എങ്കിലും നമ്മുടെ എല്ലാം ആസ്വദിക്കേണ്ട ആളുകൾ വരാനുള്ള ഒരു താമസം കൊണ്ടാണ് നമ്മളിപ്പോൾ അരമണിക്കൂർ താമസിച്ചത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടികൾ തീർക്കേണ്ടതുണ്ട്. ആദ്യമായി നമ്മുടെ ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥന ചെല്ലുന്നതിനായി നമ്മുടെ കച്ചിക്കാട് യൂണിറ്റിലുള്ള ദേവി ടീച്ചർ സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകനേ ഞങ്ങൾക്ക് പോലും. പാരിലാലംബ ശക്തി നൽകണം. സത്യധർമാദി സൽഗുണങ്ങളാൽ ജീവിതം ധന്യമാകണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയല്ലാവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യ ജ്ഞാനമായി വാഴും ദൈവമേ. സ്വാഗതമാസത്തിനായി നമ്മുടെ ബ്ലോക്കിൻ്റെ സാംസ്കാരിക വേദി കൺവീനറും നമ്മുടെ ഈ വേദിയിൽ ആദരിക്കുന്ന കവിയുമായ ശ്രീ സിദ്ധാർത്ഥ സാറിനെ വളരെ സ്നേഹം
സംഗമം നമ്മളിവിടെ ചേരുന്നത് കലാപരമായി കവിത അവതരിപ്പിക്കാനും ഡാൻസ് ചെയ്യാനും അതുപോലെ തന്നെ പാട്ട് പാടാനും എല്ലാ രംഗത്തും പ്രതിഭയുള്ള ധാരാളം ആൾക്കാർക്ക് നമ്മുടെ അംഗങ്ങൾക്ക് അവസരം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നിവിടെ നമ്മൾ ചേരുന്നത്. തുടർന്ന് ജില്ലാ തലത്തിൽ ഇവിടെ നിന്നും നല്ല നിലയിൽ അവതരിപ്പിച്ച കലാകാരന്മാരുടെ അവതരണം ജില്ലാ തലത്തിൽ നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇതിന് എത്തിച്ചേർന്ന നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ യൂണിറ്റുകളിലെ പെൻഷൻ സുഹൃത്തുക്കളെ ആദ്യമായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ഈ സംഗമത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് കൂടിയായ പത്മനാഭ സാറാണ്. നമുക്കറിയാം, അദ്ദേഹം നമ്മുടെ പെൻഷൻ സംഘടനാ രംഗത്ത് കഴിഞ്ഞ കുറേ നാളായി വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ പത്മനാഭ സാറിന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുക. നമ്മുടെ ഈ സംഗമം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം, കൊച്ചുനാൾ മുതലേ നാടക രംഗത്തും തുടർന്ന് സിനിമ സീരിയൽ രംഗത്തുമെല്ലാം അതിപ്രശസ്തനായ നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലിയ കലാകാരനെയാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത്. നിരവധിയായ പണ്ട് തൊട്ടേ അമിച്ചൂർ നാടക രംഗത്തൂടെ തൻ്റെ കഴിവ് തെളിയിച്ച് അതോടൊപ്പം തന്നെ പിന്നീട് വന്നത് നാടക രംഗത്താണ്. കോട്ടയം ജില്ലയിലെയും അതുപോലെ തന്നെ മറ്റു പല നാടക സമിതികളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ഇപ്പോൾ നമ്മളുടെ സീരിയൽ രംഗത്തും അതോടൊപ്പം തന്നെ ഈ അടുത്ത നാളിൽ ഇറങ്ങിയ എത്രയോ സിനിമകളിൽ അദ്ദേഹം പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയാണ് നമുക്കിവിടെ ഉദ്ഘാടനത്തിന് കിട്ടിയത്. നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ സെക്രട്ടറി കെ കേശവൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേശവനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. നമ്മുടെ ഈ ചടങ്ങെല്ലാം നല്ല നിലയിൽ ഒരാഴ്ചയായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് നല്ല നിലയിൽ സഹകരിക്കുന്ന പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന നമ്മുടെ ജില്ലാ ബ്ലോക്ക് സെക്രട്ടറി കൂടിയായ ജോൺ സാറിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. നമ്മുടെ വനിതാ രംഗത്തിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയായ ശ്രീമതി ഭുവനേശ്വരി അമ്മ, അതുപോലെ തന്നെ നമ്മൾ എല്ലാ രംഗത്തും പ്രാഗൽഭ്യം നേടിയ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി നമ്മുടെ സംഗമത്തിൽ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ എം.ഐ. ആൻഡ്രൂസ് പുതുപ്പള്ളി സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. അതുപോലെ പ്രൊഫസർ സി മാമച്ചൻ ഉരുവിള ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. NB കമലാസനെ കമലാസൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. AN കാർത്തികേയ പിള്ള സാറിനെ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന നമ്മളുടെ ഇവിടെ എത്തിച്ചേർന്ന നമ്മളുടെ കലാകാരന്മാരും അതുപോലെ തന്നെ അത്തരം കലാ ആവിഷ്കാരം വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുവാൻ എത്തിച്ചേർന്ന നമ്മുടെ പെൻഷൻ സുഹൃത്തുക്കളും അംഗങ്ങൾക്കും ഏവർക്കും ഹൃദയപൂർവ്വം ഇതിൻ്റെ കൺവീനർ ജനറൽ കൺവീനറായിട്ടുള്ള സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. ഏറ്റവും
ആദരണീയനായ നമ്മുടെ ഉദ്ഘാടകൻ, പ്രശസ്ത സിനിമാ നാടക നടനും നാടകകൃത്തുമായ ശ്രീ ഹരിലാൽ സാറ്, നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ കേശവൻ സാറ്, കലാപരിപാടികളും ആസ്വദിക്കുന്നതിനും കലാപരിപാടി അവതരിപ്പിക്കുന്നതിനും പ്രായം ഒരു തടസ്സമേ അല്ല. യേശുദാസൊക്കെ ഇപ്പോൾ പാടുന്ന കേട്ടാലും 25 വയസ്സിൽ പാടുന്ന നമ്മുടെ കലാകാരന്മാരുടെ കലാഹൃദയങ്ങൾ ഒരിക്കലും പ്രായമാവുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേറെ വേദി കിട്ടാറില്ല. പെൻഷൻകാർക്ക് വേദി കിട്ടുന്ന അപൂർവ ചില രീതി അവസരങ്ങളാണ് ഇതുപോലുള്ള സംഘങ്ങൾ. ഇപ്രാവശ്യം നമ്മുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ബ്ലോക്ക് തലത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്ന പരിപാടി നമ്മുടെ ജില്ലാ തല പരിപാടിയായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. ബ്ലോക്കിൻ്റെതായി ഒരു സമ്മാനോത്തരം കൊടുക്കാനോ മത്സരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇടപെടലാണ്. അത് നമ്മളെ എല്ലാ ആളുകളും വളരെ കൃത്യമായി ഭംഗിയായി ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള ഒരു സൗഹൃദം നമ്മൾ കാണിക്കണം. പ്രോത്സാഹനമാണ് എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം. അതുകൊണ്ട് എല്ലാവരും കലാകാരന്മാരല്ല, പക്ഷെ കല ആസ്വദിക്കാനുള്ള കാര്യം തന്നെയില്ല. അതുകൊണ്ട് കലാപരിപാടികൾ ഭംഗിയായിട്ട് ആസ്വദിച്ച് ഇത് തീരുന്നണം വരെ കേവലം 4 മണിക്കാകുമ്പോൾ നമുക്ക് അവസാനിക്കാൻ കഴിയും. 4 മണി വരെ ഇത് വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും പോകാതെ തന്നെ ഇരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സർഗസംഘത്തിൽ പങ്കെടുത്തിരുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല. നമുക്ക് ഉദ്ഘാടന പ്രസംഗവും മറ്റ് ആദരിക്കുന്ന ചടങ്ങും കാര്യങ്ങളും നടക്കേണ്ടതുണ്ട്. 11 മണിയാകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കലാപരിപാടി ആരംഭിക്കണം. അരമണിക്കൂർ ലേറ്റാണ്. അതുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിന്റെ സമയം നമ്മൾ എടുക്കുന്നില്ല. നേരത്തെ നമുക്ക് ആവശ്യമുള്ള സമയം നമ്മൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നാടക സിനിമാ താരവും നാടകകൃത്തുമായ ശ്രീ ഹരിലാൽ സാറിനെ വളരെ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ സാറ്, മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ കേശവൻ സാറ്, സ്വാഗതം പറഞ്ഞ ശ്രീ വി ശിവദാസ്, ബാക്കിയുള്ള ആദരിക്കാനുള്ള ഇരിക്കുന്ന ബഹുമാന്യരെ അവരുടെ പേരുകൾ ഇവിടെ വീണ്ടും പറയേണ്ട സമയം എടുക്കാതെ, പിന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുമാന്യരെ, മറ്റ് സുഹൃത്തുക്കൾ, 2 മാനസിക സംഘടനത്തിലാണ് ഞാനിവിടെ നോക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ ദിവസം നമ്മളുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിബദ്ധനായ കവി സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞു, ഞാനിനി പ്രസംഗിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അതിന് കുറച്ച് ദിവസം മുമ്പ് ലോകമാകെയുള്ള ക്രിസ്ത്യൻ വിശ്വാസികളുടെയും ഇതരരുടെയും ഒക്കെ വന്ധ്യവയോധികനായ ഏറ്റവും ബഹുമാനിതനായ മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞു, പുരോഹിതരോടാണ് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗം കുറയ്ക്കുക, പ്രവർത്തി ചെയ്യുക, ഹ്രസ്വമായ പ്രസംഗമാണ്. അപ്പം ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് പ്രസംഗം കൃത്യമായി രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുടെ രീതിയിലൊന്നും പറയാൻ അറിയില്ല. ആ ഒരു കാര്യത്തിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിനെ പേടിക്കില്ല. ഞാൻ കുറച്ച് 5-10 മിനിറ്റ് കൂടുതലെടുക്കില്ല. മറ്റൊന്ന്, ഇവിടെ ശിവദാസ് സാറും അധ്യക്ഷനുമൊക്കെ പറഞ്ഞതുപോലെ ഞാനത്ര പ്രസിദ്ധനായ ഒരു അഭിനേതാവൊന്നും അല്ലെന്ന് എനിക്ക് സ്വയം ബോധ്യമുണ്ട്. പിന്നെ എനിക്കിവിടെ നിൽക്കാനുള്ള യോഗ്യത എൻ്റെ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങൾ. 10-18 വയസ്സ് മുതൽ നാടകരംഗത്ത് പ്രവർത്തിക്കുകയും 5-8 വർഷം പ്രൊഫഷണൽ നാടക ദേശാഭിമാനി തിയേറ്റേഴ്സ് ഉൾപ്പെടെ നിൽക്കുകയും അതിനുശേഷം കുറച്ച് സിനിമകളിലൊക്കെ ചെറിയ വേഷം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഉപരിയായി ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്ന നിലയിൽ കഴിഞ്ഞ 10-45 വർഷമായി സഞ്ചരിക്കുന്നവൻ എന്നുള്ള ധൈര്യമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയെന്ന്. ഏതായാലും അദ്ദേഹവും ശിവദാസ് സാറിനൊക്കെ പറഞ്ഞ് നല്ല വാക്കുകൾക്ക് നന്ദിയുണ്ട്. അതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലൊരു തെറ്റായ ഒരു ധാരണയുണ്ട്. പിന്നിടത്തിൻ്റെ ആള് അല്ലേ സാറ് പെൻഷനായി കേട്ടോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരാ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്ന മാനസികാവസ്ഥയോടുകൂടിയാണ് പറയുന്നത്. പക്ഷേ കാലം അങ്ങനെയല്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
56 വയസ്സ്, ഇതിനു മുമ്പ് 55 ഇപ്പോൾ 56 വയസ്സാണ്. മറ്റേ 60 സെൻട്രൽ ഗവൺമെൻറ്, അങ്ങനെയുള്ളവരാരും കൂടി ഇല്ലല്ലോ. ഇപ്പോൾ 56 വയസ്സ്. 56 വയസ്സ് എന്ന് പറയുന്നത് വയസ്സെന്ന് പറയുന്ന ഒരു നമ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വയസ്സിന് ഇടയ്ക്ക് സർക്കാരിൽ കിട്ടുന്ന സേവനത്തിൻ്റെ ഒരു ഘട്ടം അവസാനിച്ചു എന്നുള്ളതല്ലാതെ ജീവിതത്തിൽ സമൂഹത്തോട് ചെയ്യാനുള്ള ബാധ്യതകളും പ്രതിബദ്ധമായ പ്രവർത്തനങ്ങൾക്കും ഒരുപാട് അവസരങ്ങളിലൂടെയാണ് അതിനുശേഷം കടന്നു പോകുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ പ്രവർത്തനത്തോടൊപ്പം സാംസ്കാരിക കലാ സാഹിത്യ പ്രവർത്തനങ്ങളിലും കൂടെ നിങ്ങൾ ഏർപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിന് ശേഷമുള്ള ഈ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജം പകരുമെന്നാണ് എൻ്റെ വിശ്വാസം. സാധാരണ ഇതിനു മുമ്പ് പെൻഷനേഴ്സ് അസോസിയേഷനിലൊന്നും ഇങ്ങനെയുള്ള സർഗസംഗമം പോലെയുള്ള പരിപാടികൾ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല. ഈ അടുത്ത കാലത്താണ് ഇങ്ങനെയുള്ള ഒരു കൂടിച്ചേരൽ. അതുകൂടാതെ നിങ്ങളുടെ മാസിക അതിനകത്ത് ലേഖനങ്ങളും കഥകളും എഴുതുമ്പോൾ നിങ്ങളുടെ സർവീസ് കാല അനുഭവങ്ങളും നിങ്ങളൊരു മധ്യകാല ജീവിതത്തിന് ശേഷമുള്ള കുടുംബ പശ്ചാത്തലത്തെ വിഷയമാക്കിക്കൊണ്ടുള്ളത് എഴുത്തുമൊക്കെ ചെറിയ തലമുറയ്ക്കും മുതിർന്ന തലമുറയ്ക്കും പാഠമാകും. മുതിർന്ന തലമുറയെക്കുറിച്ച് നമുക്ക് സമൂഹത്തിൽ ചില ധാരണകളൊക്കെയുണ്ട്. അത് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെയൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായം ചെന്നവരുടെ മക്കളായാലും അവരുടെ മക്കളായാലും ഒക്കെ ഇപ്പോൾ പുതിയ തരത്തിലുള്ള എല്ലാ സാങ്കേതിക പഠനത്തിലൂടെയും അവർ വലിയ വികാസം പ്രാപിച്ചു. IQവിലൊക്കെ ഇപ്പം പുതിയ തലമുറ വലിയ വളർച്ചയാണ് കൈവച്ചത്. ഒരുപക്ഷെ നമ്മളെക്കാളിലൊക്കെ നമുക്ക് സംശയങ്ങൾ പോലും ദൂരീകരിച്ചു തരുന്നവരാണ്. അപ്പം നമ്മൾ അവരുടെ കാര്യം പറയുമ്പം പറയൂ പുതിയ തലമുറ അവരങ്ങനെയാണെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല. അവരോട് സമരസപ്പെട്ടുകൊണ്ട് അവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവരോട് ചേർന്ന് പോകേണ്ട ഘട്ടമാണ് പെൻഷന് ശേഷമുള്ള ഘട്ടം. 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ. അതോടൊപ്പം നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു പരിസരം കൂടി സ്വയം സൃഷ്ടിച്ചെടുക്കുകയും വേണമെന്നുള്ളതാണ് മറ്റൊരു അഭിപ്രായം. ആ ഇടയ്ക്കാണ്, ആ സമയത്താണ്, ആ പരിസ്ഥിതിയിലാണ് നിങ്ങളിങ്ങനെ കലാസാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത്. നിങ്ങളെക്കുറിച്ചും നിങ്ങൾ കണ്ടതിനെക്കുറിച്ചും നിങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ പറയാനുള്ള യോഗ്യത ഒരു പ്രായം കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അനുഭവ സമ്പന്നത എന്ന് പറയുന്നത് മറ്റെല്ലാ വിദ്യാഭ്യാസത്തെക്കാട്ടിലും, സാങ്കേതിക വിദ്യാഭ്യാസത്തെക്കാട്ടിലും അല്ലെ ഇതര വിഷയങ്ങളിലുള്ള ഹ്യൂമാനിറ്റീസിലൊക്കെയുള്ള വിദ്യാഭ്യാസത്തെക്കാട്ടിലും ഒക്കെ ഒരു പടി മുന്നിലാണ് അനുഭവം എന്നുള്ളത്. നമ്മുടെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ അനുഭവങ്ങളിലൂടെ മാത്രമാണ് ഈ സാമൂഹ്യ പ്രവർത്തനം നടക്കുന്നത് ബഹുഭൂരിപക്ഷവും. ഇപ്പോൾ കാലം മാറി, ഇപ്പോൾ വിദ്യാസമ്പന്നരായ ഒരുപാട് പേർ ഈ രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ അവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പഴയകാല നേതാക്കൾ അവരുടെ അനുഭവ സമ്പത്ത്, അവരുടെ അനുഭവ ആർജവും പകരുന്നത് സമൂഹത്തിന് വലിയ തോതിലുള്ള വളർച്ചയ്ക്ക് നിദാനമായിട്ടുണ്ട്. നമ്മുടെ പഴയകാല നവോത്ഥാന നായകർക്ക് ശേഷമുണ്ടായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വലിയ മഹാന്മാരായ നേതാക്കൾ അവരൊക്കെ ഒരുക്കിത്തന്ന പരിസരം കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ഇന്ന് സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനും നമ്മളുടെ കലാപ്രവർത്തനങ്ങൾ, സാഹിത്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചിട്ടയായി കൊണ്ടുപോകാൻ കഴിയുന്നത്. അതിനൊക്കെ ഉതകുന്ന തരത്തിലുള്ള പുരോഗമന ഗവൺമെൻറ്റുകൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരുപാട് പദ്ധതികൾ, പെൻഷൻ അസോസിയേഷന് തന്നെ, പെൻഷൻകാരുടെ സംഘടനയ്ക്ക് തന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയുള്ള പരിപാടികൾ കൂടി ആസൂത്രണം ചെയ്ത് റിട്ടയർ ആയിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രവൃത്തികളുടെ സൂചനകൾ നൽകുന്നതിനും പങ്കാളികളാക്കുന്നതിനും വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, ഇടപെടണം. സാധാരണ ഒരു ഘട്ടത്തിൽ പെൻഷൻ കഴിഞ്ഞാൽ പിന്നെ ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്നുള്ള സാമൂഹ്യ ധാരണ മാറി മറിഞ്ഞിരിക്കുകയാണ്. ആ മാറ്റത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളണം. അതിനൂടെ ഇടയാവുന്നതാണ് ഇത്തരം കലാസാഹിത്യ പ്രവർത്തനങ്ങൾ. എഴുതാൻ കഴിവുള്ളവർ എഴുതുക, പാടാൻ കഴിവുള്ളവർ പാടുക. ഇപ്പോൾ ഇവിടെ ബഹുമാന്യനായ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ 83 വയസ്സായി മഹാനായ നമ്മുടെ ഗന്ധർവഗായകനായ യേശുദാസ്, അദ്ദേഹം പാടുന്ന പാട്ടുകൾ ഇപ്പോഴും ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഒരു പാഠപുസ്തകം പോലെയാണ്. അപ്പോൾ പ്രായമല്ല, നമ്മളുടെ മനസ്സാണ് മുന്നിൽ നിൽക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്.
അബ്ദുൽ കലാം, ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ശാസ്ത്രജ്ഞനായി കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയത്. വിദ്യയെക്കുറിച്ച്, അറിവിനെക്കുറിച്ച്, സ്വയം ഒരുപാട് അറിവുള്ളത് പകരുന്നതിനെക്കുറിച്ച്, ജീവിച്ച് കാണിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ധാരണകളും അത് നമ്മളെ കാട്ടിത്തന്നയാളുമാണ് അദ്ദേഹം. അപ്പോൾ ആ പ്രായത്തിലുണ്ടാകുന്ന പക്വതയുടെ ഘട്ടമാണ് ഈ പെൻഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ പുതുപ്പള്ളി എന്ന് പറയുന്ന ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങളിപ്പോൾ ഇതിന് ശേഷം അവതരിപ്പിക്കാൻ പോകുന്ന നിരവധി പരിപാടി. അതുപോലെ തന്നെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ സംവിധാനങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. പാട്ടുകൂട്ടങ്ങൾ ആഴ്ചയിലോ മാസത്തിലോ ഒരു പ്രാവശ്യം യൂണിറ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പാടാനറിയാവുന്നവരും അല്ലാത്തവരുമൊക്കെ ചേർന്നിരുന്ന് മനോഹരമായ ഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, വിപ്ലവ ഗാനങ്ങൾ, സിനിമാ ഗാനങ്ങളൊക്കെ ആലപിച്ചാൽ ഉണ്ടാകുന്ന സ്വയാനുഭൂതിയും അതുവഴി നമുക്ക് മനസ്സിനുണ്ടാകുന്ന ആശ്വാസവും ഒരുപക്ഷെ നിരവധി പ്രശ്നങ്ങളുള്ളവർ ഈ കൂട്ടത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ പെൻഷൻ പറ്റിക്കഴിഞ്ഞ കാര്യങ്ങൾ, കുടുംബകാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെല്ലാം ഒരു ആശ്വാസവും ഇത്തരം കൂട്ടങ്ങൾ ഇതിന് കലയ്ക്ക് ഒരു മുൻതൂക്കം കൊടുക്കണം എന്ന് ഞാൻ നിങ്ങളെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ നൊസ്റ്റാൾജിയയെക്കുറിച്ച് ഈയിടെ ഒരു മാനസിക വിദഗ്ധൻ പറഞ്ഞു, നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ്, അല്ലെങ്കിൽ അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകമായ അവസ്ഥയാണ്. നമ്മളെപ്പോഴും പറയും, എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇങ്ങനെയായിരുന്നു, ഞാൻ ചെരുപ്പിടാതെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, എനിക്കൊരു ഷർട്ടേ ഉണ്ടായിരുന്നുള്ളൂ കോളേജിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ, കിലോമീറ്ററുകൾ നടന്നാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് പുതിയ തലമുറയെ അലോസരപ്പെടുത്തുന്ന ഒരു രീതിയും നമ്മളുടെ ഇടയിൽ നമുക്കൊക്കെ ഉണ്ട്. അത് വാസ്തവത്തിൽ കൃത്യമായ അളവിൽ അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അല്ലെ നിരന്തരമായി ഇങ്ങനെ കൊണ്ടിരുന്നാൽ, എൻ്റെ ഒരു ബന്ധുവായ ഒരു പയ്യൻ അവൻ്റെ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടു, അച്ഛൻ ഇതൊക്കെ പഴയ ടേപ്പാണ്, കേട്ട് മടുത്തു എന്നവനെ കൊണ്ട് പറയിപ്പിക്കാതെ നമ്മളുടെ അനുഭവങ്ങൾ കൃത്യമായ സമയത്ത് അളവിൽ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതും അനിവാര്യമാണ്. കാരണം നമ്മളറിയണം നമ്മളെങ്ങനെ നമ്മളായിരുന്നു, അതുപോലെ അവരറിയണം നിങ്ങളായിരുന്നു. കാരണം വളരെ മോശമായ ഒരു 65 വർഷം മുമ്പ് ആ പ്രായമുള്ളവർക്കൊക്കെ മനസ്സിലാകും. കേരളത്തിലെ അവസ്ഥ മനസ്സിലാക്കിയാൽ ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു വന്നതിൻ്റെ കാര്യങ്ങളിലൂടെ അവർ മനസ്സിലാക്കണം. അല്ല, ഞാനിപ്പോൾ ഇന്ന് ഈ വേഷവുമിട്ട് ഇവിടെ നിൽക്കുന്നത് ജനിച്ചു വീണപ്പോഴേ എനിക്കിങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടല്ല, അതും കൂടെ ബോധ്യപ്പെടുത്തണം. അത് കൃത്യമായ രീതിയിലും സമയത്തുമാവണമെന്നുള്ളൂ. 60-65 വർഷം മുമ്പ് കേരളത്തിൽ കൊടും പട്ടിണി, ഇന്നിപ്പോൾ എല്ലാം മാറി, പരമാവധി മാറി, എല്ലാം മാറിയെന്നല്ല, പരമാവധി മാറി. മാറുമറയ്ക്കാൻ നിവൃത്തിയില്ലാത്തവർ, ജാതിയുടെ പേരിൽ നമ്മുടെ കോട്ടയത്ത് തന്നെ അറിയാം, വൈക്കം ക്ഷേത്രത്തിൻ്റെ സമീപത്തുകൂടി നടക്കാൻ നിവൃത്തിയില്ലായിരുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട ജനങ്ങളെ, അധസ്ഥിതരെ, അവരെ കൈപിടിച്ച് നിർത്തിക്കൊണ്ട് മഹാന്മാരായ മനുഷ്യർ, ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ, മാധവൻ ഉൾപ്പെടെയുള്ളവർ, AKG ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഏറ്റവും വലിയ കേരളത്തിലെ നീണ്ട സമരത്തിൻ്റെ ചരിത്രമൊക്കെ അറിയാതെ പോകരുത് പുതിയ തലമുറ. അറിയണം, അറിഞ്ഞേ തീരും. പക്ഷേ അതിങ്ങനെ ഒരു പറച്ചിൽ, ഒരു നൊസ്റ്റാൾജിയ പറച്ചിൽ, അന്നിങ്ങനെയായിരുന്നു ഇന്നിങ്ങനെയായിരുന്നു എന്ന് പറയാതെ, അവരെ പറയാതെ പറഞ്ഞ് മനസ്സിലാക്കി. ആ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ സൗകുമാര്യമായി ഇടപെടാനോ അനുകമ്പയോടുകൂടി ഇടപെടാനോ പുതിയ തലമുറയിൽ ഒരു വിഭാഗത്തിന് സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, അവൻ്റെ പട്ടിണിയെ, അവൻ്റെ രോഗത്തെ അറിയുമ്പോൾ സഹായിക്കാനുള്ള മനസ്സൊരു പക്ഷേ പുതിയ തലമുറയിൽ ഒരു വിഭാഗത്തിനില്ലായിരിക്കാം. അപ്പോൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവരറിയാതെ അവർ ജീവിക്കുക. എനിക്കിതൊക്കെ എവിടെ നിന്നോ കിട്ടി. പ്രത്യേകിച്ച് 1-2 കുട്ടികളുള്ളവർ മാതൃവാത്സല്യം, എൻ്റെ പിതൃവാത്സല്യം കൊണ്ട് വീർപ്പ് മുട്ടി അച്ഛൻ അമ്മ എന്നവരൊറ്റ ചതുരത്തിൽ നിന്ന് കളിച്ചുകൊണ്ടേയിരിക്കും. പണ്ടൊക്കെ ഉണ്ടായിരുന്ന കൂട്ടുകുടുംബം ഇനി ഉണ്ടാവണമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അവിടെ അച്ഛൻ്റെ അനിയനും അമ്മാവനും സഹോദരിയും ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ അവരൊക്കെ ഒത്തു ജീവിക്കുമ്പോൾ, അവരൊക്കെ നമ്മളുടെ അമ്മയുടെ തുല്യമാണെന്നോ അച്ഛൻ്റെ തുല്യമാണെന്നൊക്കെ കരുതുന്ന കാലമുണ്ടായിരുന്നു. മാറിപ്പോയി. മറ്റേ അച്ഛൻ കാശ് തരുന്നയാൾ, അമ്മ ആഹാരം തരുന്നയാൾ, ഇതിനപ്പുറം മക്കൾക്കൊന്നും വേണ്ട. വാത്സല്യം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ്. ഈ വാത്സല്യമൊക്കെ കൂടിക്കൂടി അത് സ്വാർത്ഥതയിലേക്ക് കിടക്കുന്നു പലരുടെയും.
എൻ്റെ മകന് മാർക്ക് കിട്ടിയില്ല, എൻ്റെ മകന് മത്സരത്തിൽ ഇപ്പോൾ തന്നെ കലാമത്സരങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പരിഭവങ്ങളാണ്. ചിലതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്നത്, ചിലത് മനഃപൂർവ്വം ഉണ്ടാകുന്നതാവാം. പക്ഷേ എൻ്റെ മകൾക്കും എൻ്റെ മകനും കിട്ടിയില്ലെങ്കിൽ അതിനെ മുഴുവൻ അവഹേളിക്കുന്ന ഒരു സ്വാർത്ഥ താല്പര്യത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് കേരളത്തിൽ. ഇവിടെ നടക്കേണ്ട ഈ പരിപാടിയിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ വർത്തമാനങ്ങളിലെ അപാകതയോ അല്ലെങ്കിൽ അടുക്കും ചിട്ടയില്ലായ്മയൊക്കെ ക്ഷമിക്കണം. എനിക്ക് നിങ്ങളെക്കുറിച്ച് ബഹുമാനമേ ഉള്ളൂ. ഈ രാജ്യത്തെ സേവനങ്ങൾ നടത്തിയിട്ട് ആ സേവനത്തിൻ്റെ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ പലരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ആ സർവീസിലിരിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതെല്ലാം ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതെല്ലാം മറന്നിട്ട് നമ്മളൊന്നാണ് എന്ന് ചെറുകാടിൻ്റെ മഹത് വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിഹീനമായ പ്രവർത്തനങ്ങൾക്കൊന്നിലും നിങ്ങൾ മനസ്സുകൊണ്ട് പോലും ഇടപെടരുതെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ കുടുംബമേള, ഈ പെൻഷൻ കുടുംബമേള, കലാമേള ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ആദരിക്കപ്പെടേണ്ട ആളുകളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പേരും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ രക്തം മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പ് സെക്രട്ടറി യോസാറിന് അല്ല യോസാറിനെ ക്ഷണിച്ചുള്ളൂ. ഓരോരുത്തരെ ആദരിക്കാം. ആദരിക്കുന്നത് നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ കൈലാസാർ തന്നെയാണ്. നമ്മൾ എല്ലാ വർഷവും നമ്മുടെ ബ്ലോക്ക് സർഗസംഗമത്തോട് അനുബന്ധിച്ച് സമൂഹത്തിൽ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സാൻമാർഗീയപരമായാലും സാഹിത്യപരമായും ആയാലും അവരെ നമ്മൾ ആദരിക്കുന്ന ചടങ്ങ് കുറേ കാലങ്ങളായി നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷവും നമ്മളതിനെ പിന്നീടാണ്. അതിൽ ആദരിക്കപ്പെടേണ്ട ആദ്യ ശ്രീ ഡോക്ടർ എം.ഐ. ആൻഡ്രൂസ് മന്തപ്പള്ളി പുതുപ്പള്ളിയാണ്. അദ്ദേഹം തിരുവല്ല മാർത്തോമ കോളേജിൽ നിന്നും ജന്തുശാസ്ത്ര വിഭാഗം ഡോക്ടറും വകുപ്പ് മേധാവിയുമായി 1988 വിരമിച്ചു. മഹാത്മാഗാന്ധി കോഴിക്കോട് സർവകലാശാലകളിൽ ബിരുദാനന്തര ബോർഡ് ഓഫ് ചെയർമാൻ്റെ എംഫിൽ PhD പരീക്ഷാ സമിതിയിലെ അംഗം, സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് കേരളയുടെ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ശ്രീ മാമച്ചൻ പിള്ള പുതുപ്പള്ളിയാണ്. അദ്ദേഹം തിരുവല്ല മാർത്തോമ കോളേജിൽ നിന്നും മലയാള പ്രൊഫസറായി റിട്ടയർഡ് ചെയ്തതാണ്. മദ്യലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളി എന്ന നിലയിലും എത്രയോ കുടുംബങ്ങളെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നീരാളിത്തത്തിൽ നിന്നും രക്ഷിച്ച അദ്ദേഹമാണ്. അടുത്തതായിട്ട് ശ്രീ VG ശിവദാസ്, നമ്മുടെ ശിവദാസാണ്. അദ്ദേഹം പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തകനും ഗാനരചയിതാവും കവിയും. അടുത്ത് ശ്രീ NB കമലാസനൻ, കമലൻ പുതുക്കളം പനച്ചിക്കാട്, റിട്ടയർഡ് അധ്യാപകൻ, കവി, ഗാനരചയിതാവ് എന്നിവരെ ശോഭിക്കുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് ഏറ്റവും സുപരിചിതമാണ്. അടുത്ത ശ്രീ AN കാർത്തികേയൻ പിള്ള, കന്യാ ഹൗസ്, അരിപ്പറമ്പ്, മണർകാട്, റിട്ടയർഡ് മലയാള അധ്യാപകൻ, CBSE ക്ലാസുകളിലെ മലയാള പാഠാവലിയും പഠന സഹായം ജീവിച്ചു. മലയാള വ്യാകരണവും 101 ഉപന്യാസങ്ങളും അടങ്ങിയ പഠന സഹായം ജീവിച്ചിട്ടുണ്ട്. നന്ദി. പുതുപ്പള്ളിക്ക് സമീപമുള്ള 6 പഞ്ചായത്തുകളിൽ നിന്നായി 15 പേര് വീതം പങ്കെടുക്കുന്ന
പരിപാടിയാണ് ഈ സർഗസംഗമം 2024. ഈ മീറ്റിങ്ങിന് ശേഷം ഇതിലെ അംഗങ്ങളുടെ ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ തീരുമ്പോഴത്തേന് ഏറെക്കുറെ വൈകുന്നേരമൊക്കെ ആവും ഈ പരിപാടിയൊക്കെ തീരുമ്പോഴത്തേന്. എങ്കിലും നമ്മുടെ മുതിർന്ന ആൾക്കാർ, അതായത് നമ്മുടെ പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസയും നേരുന്നു.